ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് ഒന്നുമല്ല കേട്ടോ, നമ്മളെ നാട്ടുവിശേഷങ്ങളാണ്. പ്രത്യേകിച്ച് എൻ്റെ പുരയിലെ കണ്ടത്തിൽ എന്ന് പറയും, പറമ്പിലെ വിശേഷങ്ങളാണ്. ഇത് ഞാൻ കുറച്ച് മുന്നേ എടുത്തതാണ്, ഞാൻ വന്ന വാർഡ് എടുത്തതാണ്. പക്ഷേ പിന്നെ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. കാരണം അതിൻ്റെ ഇടയിൽ നമ്മുടെ കുക്കിങ്ങും സ്കൂൾ തുറക്കലും അതിൻ്റെ എല്ലാം തിരക്കിലായിപ്പോയി. അപ്പം ഞാൻ രാവിലെ തന്നെ നമ്മുടെ പറമ്പ്, നമ്മൾ കണ്ടെന്നാണേ പറയുക, അപ്പോൾ പറമ്പിലേക്ക് വന്നിട്ടുണ്ട്. ഉപ്പാൻ്റെ കൂടെ വന്നതാണ്. അതിന് മുന്നേ ഉപ്പ എത്തിയിട്ടുണ്ട്. നമ്മുടെ മാങ്ങ ാണ് കുറേ മാങ്ങ കഴിച്ചിട്ടുണ്ട്. ഞാൻ വരുന്നതിന് മുന്നേ കുറേ മാങ്ങ പറിച്ചിട്ടുണ്ടേനും. ആദ്യമായിട്ടാണ് കേട്ടാ നമ്മുടെ മാവും വന്ന് ഇത്രക്കായിരം മാങ്ങ കിട്ടുന്നത്. ഉപ്പാൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയും. ഉപ്പാക്ക് അത് ഇഷ്ടമല്ല പറയുന്നത്, പക്ഷേങ്കിലുണ്ടല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര കണ്ടുപിടുത്തം തന്നെയാണ്. ഞാനിതുവരെ കണ്ടിട്ടില്ല. അതേതാ കൊളുത്തുണ്ടതിന്. സംഭവമാണല്ലോ. കഞ്ച കഞ്ച ഇതെന്താ ഇതെന്തിൻ്റെതാ ഇത്? ആ അപ്പോൾ ഉപ്പ എന്തിനെല്ലാം കൊണ്ടുണ്ടാക്കിയതാണ് കേട്ടോ. കത്രികേനെല്ലാം പേര് പറയുന്നുണ്ട്. കത്രികയെല്ലാം വളച്ച് ഒരുക്കി, പിന്നെ നമ്മുടെ ഇവൻ്റെല്ലാം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പിയുണ്ട്, അതിൻ്റെ പേരിപ്പം പറയാൻ കിട്ടുന്നില്ല. അതാണ് ഇതിൻ്റെ നമ്മളെ വടിയായിട്ടുള്ളത്. അത് നമുക്ക് നീളം കൂട്ടുകയും ചെയ്യാം, കുറക്കുകയും ചെയ്യാം. അപ്പോൾ ഉപ്പാൻ്റെതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ്. ഉപ്പ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുകയും ചെയ്യും. അത് നമുക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം ഞാൻ ഈ മാങ്ങ പറിക്കേണ്ടിയിട്ട് ഉപ്പ കൊണ്ടുവന്നാണ്. ഇതിൽ മുന്നേയും ഉപ്പ ഇതിൽ നിന്ന് മാങ്ങ പറിച്ചിട്ടുണ്ട്. കറക്റ്റ് മാങ്ങ വീഴാൻ തന്നെ ആ കൊളുത്തിൽ എന്താവും വന്ന് വീവും. അത് നല്ല ഉപകാരം തന്നെയാണ്. ഇത് ഒളോറ് മാങ്ങയാണ്. ഇത് എനിക്ക് ആദ്യമായിട്ടാണ് എൻ്റെ പുരേന്ന് ഈ ഒരു മാവും വന്ന് മാങ്ങ കിട്ടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോകുന്ന ടൈമിന് ഒരു 6 12 അത്രേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ നമ്മൾ പറിച്ചിട്ടില്ല, അതായിട്ടില്ലേനും. പിന്നെ എൻ്റെ അപ്പുറത്തെ പുരയിലെ ആ വീട്ടിലുള്ള ഒരാണ് നമുക്ക് മാങ്ങ തന്നത്. അത് വേറൊരു തരത്തിലെ മാങ്ങയാണ്, ഉപ്പിലിടാനെല്ലാം പറ്റിയൊരു മാങ്ങയാണ്. പിന്നെ പഴുത്താലും മധുരം ഉണ്ടാവും, പക്ഷേ ഇതുപോലെ മധുരം ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു ഒളോറ് മാങ്ങ നല്ല മധുരവുമാണ്, കളറും മാറും. ഇതിൽ മുന്നത്തെ വീഡിയോയിലെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടേനും, പെരുന്നാൾ വ്ളോഗിലെല്ലാം നല്ല കളറുള്ള മാങ്ങ. അത് എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേനും. ഇപ്രാവശ്യം വന്ന സമയത്ത് ചക്ക, മാങ്ങ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ടേനും. ചാമ്പക്ക. ഈ മാങ്ങയെല്ലാം നിലത്ത് വീണിട്ടാണ് നമ്മൾ പഴുപ്പിക്കാൻ വെക്കുന്നതാണെങ്കിൽ വാടിപ്പോവുകയും ചെയ്യും, അത് അധികം പഴുക്കുകയില്ല. ഇങ്ങനത്തെ പൈപ്പില്ലേ, ഇങ്ങനത്തെ പൈപ്പ് ഇങ്ങനെ നീളത്തിൽ ഇത് പൊളക്കും. അന്നേരമുള്ള ബാക്കി വന്ന പീസ് കൊളുത്താൻ പറ്റുക. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാണാണ്ട് കൊളുത്താം, കാണാണ്ട് കൊളുത്ത കൊളുത്ത് വരും. ഇങ്ങനെ ഇവിടെ വന്നിട്ട് മാങ്ങ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരും ഇതിലേക്ക്. പക്ഷെ ഇവിടെ നല്ല മുറിച്ചാണ്ട വേഗം മുറിഞ്ഞു വരും. പക്ഷെ നിങ്ങളിങ്ങനെ ഇത് നിങ്ങള് കോപ്പി അടിച്ചൊന്നുമില്ലല്ലോ, കോപ്പി റൈറ്റ് ഇല്ലല്ലോ. ഉപ്പ പറഞ്ഞിട്ട് കോപ്പി റൈറ്റ് ഇല്ല എന്നാ പറഞ്ഞത്. ഇതുപോലത്തെ വേറെ ഇല്ല എന്നാ പറഞ്ഞത്. കാരണം ഇത് ഉപ്പാൻ്റെതായ രീതിയിൽ കണ്ടുപിടിച്ചതാണ്. ഇതുപോലത്തെ സാധനം ഉണ്ടാവും കേട്ടോ, പക്ഷേ ഈ കത്രികയും മറ്റേതെല്ലാം ഉപയോഗിച്ചിട്ട് ചെയ്യണമെന്ന് ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതുപോലെ തന്നെ സാധനം ഉണ്ടാവും, പക്ഷേ അത് വേറെ രീതിയിൽ ഉണ്ടാക്കിയതായിരിക്കും. നമ്മൾ ചെറിയടുത്ത് മക്കൾ ഓരോന്ന് ചെയ്തുണ്ടാക്കുന്നില്ലേ, കിട്ടിയ സാധനം കൊണ്ട് ഉണ്ടാക്കുന്നില്ലേ, അപ്പോൾ അത് അവരുടേതായ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നില്ലേ, അങ്ങനെ പറഞ്ഞതാണേ. എന്താ പറയുക, മാംഗോ ഹാർവിങ്സ്നാ മഞ്ഞ കളറായിക്ക്, ഒരു കളറ് മാറിയിക്ക്. പക്ഷെ കാണാൻ ചിലതെല്ലാം ചെറിയതാ, വലിപ്പം കുറവാ. കണ്ടെങ്കിൽ ചക്ക അതേടിയാണ് ഉള്ളത്. എന്തല്ല അതൊന്നും ഇതിനെ കൊണ്ട് പോലും പറിക്കാൻ പറ്റൂല, അത്രക്കും ഹൈറ്റിലുള്ളത്. നല്ല വലിപ്പമുള്ള ചക്കയാണ്. ഇപ്പം നമ്മൾ തെങ്ങുമ്മക്കാരനെ ഓരോട് പറഞ്ഞിട്ടുണ്ട്, ചക്ക നിങ്ങൾ അതിൻ്റെ മുകളിൽ നിന്ന് പറിച്ചു തരുമെന്ന്. പക്ഷേ പറഞ്ഞിട്ട് കുറേ ദിവസമായി. കാരണം ഒരിക്കും ഇത് ആവുമെന്ന് അറിയില്ല. കാരണം ഇത് പറിക്കാൻ കുറച്ച് റിസ്ക്കാണ്. നമ്മൾ തായൊന്നും ഈ ചക്ക ഇങ്ങനെ ഇതുപോലെ ആക്കി തന്നിട്ടില്ല. വല്ലാത്ത ഒരു തന്നെ ഇത്രക്കാരം ചക്കയുണ്ട്, അതെല്ലാം മുകളിലുള്ളത്. അതും വരിക്ക ചക്കയാണ്, നല്ല മധുരമുള്ള ചക്ക. ഉപ്പ വേറൊരു സാധനമായിട്ട് വന്നിട്ടുണ്ട്. ഇന്നെന്നാ പറയാൻ നമുക്ക്
ഇപ്പോൾ ഓർമ്മയില്ല കേട്ടാ. ഇത് അടിപിടെല്ലാം ചെറുതായിട്ട് പുല്ലെല്ലാം ഇതായിട്ടുണ്ട്. കാട് പിടിക്കുമെന്നറിയില്ല. കാടെന്ന് വെച്ചാൽ വെൽങ്ങനെയല്ല. അപ്പം മാങ്ങയെല്ലാം പറിക്കുകയും കുറച്ച് ബുദ്ധിമുട്ടാണ്, വീണാൽ കാണൂലല്ലോ. പിന്നെ ആദ്യമെല്ലാം നമ്മുടെ പുല്ലിലെല്ലാം സുഖമായിട്ട് ഇറങ്ങിപ്പോവും. പുല്ല് പറിക്കാനെല്ലാം പശുവുള്ള സമയത്ത് ഉമ്മാമക്ക് പശു ഉണ്ടേനും. അപ്പം നമ്മൾ പുല്ല് പറിക്കാനെല്ലാം പോക്കുണ്ട്. ആ ടൈമിനൊന്നും ഒരു പേടി ഉണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പം ഇതുപോലെ കണ്ടത്തിലും പറമ്പിലെല്ലാം ഇറങ്ങിയതിന് ഒരു പേടിയാണ്, പാമ്പുണ്ടാവുമെന്ന് വെച്ചിട്ട്. ഞാൻ വരുന്ന സമയത്ത് ഈ ഒരു വേനൽ ചൂടെല്ലാം കൂടുതലുള്ള സമയത്ത് പാമ്പിൻ്റെ ഒരു സീസണേനും എന്തെങ്കിലും ഉണ്ടാവും. എനിക്ക് പറിക്കാൻ പറ്റിയ ഹൈറ്റിൽ കുറച്ച് മാങ്ങയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ പറിച്ച് എല്ലാ മാങ്ങയും പറിക്കാമെന്ന് വിചാരിച്ചോട്ടെ. കാരണം എന്തായാലും എന്തെങ്കിലും കൊത്തി തിന്നാൽ പോലും നമ്മൾ കാണൂല. നമ്മളെ വർക്ക് ഏരിയൻ്റെ ഭാഗത്താണ്. പിന്നെ റോട്ടുമെന്നെല്ലാം ചെറിയ മക്കൾ കല്ലെടുത്തെല്ലാം എറിഞ്ഞിട്ടാൽ അതും കിട്ടില്ല. നമുക്കിതെല്ലാം പഴുപ്പിച്ചിട്ട് കഴിക്കണം. പിന്നെ ഉപ്പിലിടണം, അച്ചാറിടണം, അങ്ങനെ കുറേ പ്ലാൻ ഉണ്ട്. പിന്നെ കുടുംബക്കാർക്കും അയൽക്കാർക്കെല്ലാം കൊടുക്കണം. അങ്ങനെ കുറച്ച് പ്ലാനേ ഉള്ളൂ. കുടുംബക്കാരെന്ന് വെച്ചാൽ കുറേ പേർക്കല്ല കേട്ടോ, നമ്മുടെ പുരക്കാർക്ക് അത്രയേ ഉള്ളൂ. കാരണം ഇത് ഇത്രക്കായിരം ആൾക്കാർക്കൊന്നും കൊടുക്കാനാവില്ല. ഇത് കാണുമ്പം മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ്. ആദ്യമായിട്ട് മാങ്ങ കിട്ടിയോണ്ടെങ്കിൽ രണ്ടാമത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആർക്കും കൊടുക്കൂല. കാരണം നമുക്ക് തന്നെ കുറേ ആവശ്യങ്ങളെല്ലാം ഉണ്ടാവും. എൻ്റെ കൈമേൽ ഇത് കറയാണ്. മാങ്ങേൻ്റെ മുകളും ചക്കേൻ്റെ മുകളെല്ലാം ഉണ്ടാവും. പക്ഷെ ചക്കേൻ്റെ മുകളിലെ കറ കൊന്നാലും പോകില്ല. കറ എന്നല്ല പറയാം, വെളിഞ്ഞു നിന്നേ പറയാ. ഈ പച്ചമുളക് പറിക്കട്ടെ. ഒരു പച്ചമുളക് ഞാൻ കുഴിച്ചിടാണ്ട് പൊടിച്ചതാണ് കേട്ടാ. അധികം വലിപ്പമില്ലാത്ത ഒരു ഉണ്ടൻ മുളകാണ്. നല്ല എരിവുണ്ടാന്നാണ് എനിക്ക് തോന്നുന്നത്. കാണാൻ നല്ല രസമുണ്ട്. ഇത് ചോന്നത് ആയിട്ടുമുണ്ട് ഇതിൻ്റെ ഇടയിൽ. പിന്നെ ഇപ്പുറം കറിവേപ്പിലയുണ്ട്. കറിവേപ്പിലെല്ലാം കുഞ്ഞായിട്ട് പൊടിച്ചിട്ടും ഉണ്ട്. പിന്നെ കുറച്ച് അത്യാവശ്യം വലിപ്പമായിട്ടും ഉണ്ട്. പിന്നെ മാങ്ങ മരമുണ്ട്, പേരക്ക ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്തുള്ളതാണ്. കറിവേപ്പില ഞാൻ നട്ടതാണ്, ഞാൻ ഒറ്റക്ക് സ്വന്തമായിട്ട് നട്ടതാണ്. അപ്പം അത് തന്നെയാണ് നമ്മൾ കറിവേപ്പില പൊട്ടിക്കലെല്ലാം ചെയ്യൽ. ഇത്രയേ ഉള്ളൂ എൻ്റെ ചെറിയൊരു കുഞ്ഞു ഗാർഡൻ എന്ന് പറയും. ഗാർഡൻ എന്ന് പറയാൻ പറ്റൂല, ഇത്രയേ ഉള്ളൂ. ഞാൻ അധികമൊന്നും ചെടികളൊന്നും അങ്ങനെ നടലൊന്നും ഇല്ല. അതിൻ്റോട്ടുള്ള വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എനിക്ക്. പക്ഷേ ഇതെല്ലാം അത്യാവശ്യമല്ലേ, കറിവേപ്പിലയും അങ്ങനത്തെ എല്ലാം. ഉപ്പ മാങ്ങ പറിക്കുന്ന കണ്ടിട്ട് മദ്രസയും വിട്ട് വന്നിട്ട് മക്കളെല്ലാവരും പോയിട്ടുണ്ടേനും. അപ്പോൾ അമ്മനാണ് ബാക്കിയുള്ള മാങ്ങയെല്ലാം എടുത്തുകൊണ്ട് വന്നത്. നിങ്ങൾ കാണുന്നില്ലേ, ഇതെല്ലാം നമുക്കിപ്പോൾ കിട്ടിയതാണ്. കണ്ണ് വെക്കൂലല്ലോ. ഇനി അടുത്ത പ്രാവശ്യം കിട്ടുമോയെന്നറിയില്ല. കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. കാരണം കുറേ ഉണ്ടാവണമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല. ഇവനുണ്ടല്ലോ അന്നേരം തന്നെ മാങ്ങ മുറിച്ചിട്ട് അച്ചാറും കൂട്ടി കഴിക്കുന്നത്. വായിന്ന് കപ്പലോടാണ്ടിക്കോ. ഞാനും ചെറിയൊരു കഷ്ണം എടുത്തിട്ട് കഴിച്ചേട്ടാ. എനിക്ക് അത്ര ഇഷ്ടമല്ല ഈ പച്ച മാങ്ങ കഴിക്കല്. ഇതും ഭയങ്കര പുളിപ്പിലാണെങ്കിൽ പറയേ വേണ്ടയില്ല. ചെറുപ്പത്തിലെ കർമൂസില്ലേ, പപ്പായ, അതെല്ലാം മുറിച്ചിട്ടിട്ട് മുളകിലിട്ട് കഴിച്ചിട്ടുണ്ടേനും. പിന്നെ പച്ച മാങ്ങ, നെല്ലിക്ക. പക്ഷെ ഇപ്പം അതുപോലെ കഴിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ മാങ്ങ എല്ലാം ഓതി വെക്കലാണ്. ഓതി വെക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അങ്ങട്ടിലും ഇങ്ങട്ടെല്ലാം കൊടുക്കണമെന്ന്. അപ്പം അപ്പുറത്തെ പുരയിൽ 3-4 പുരയുണ്ട്. അപ്പോൾ ഒരിക്കലും കൊടുക്കണം. ഒരു കണ്ടിട്ടുണ്ടല്ലോ ഇത്രക്കാര്യം മാങ്ങ ഉള്ളത്. അത്രയൊന്നും കൊടുക്കാനാവില്ല. ഒരു 5-10 മാക്സിമം ഞാൻ 10 കൊടുത്തിട്ടുള്ളൂ. പിന്നെ അനിയത്തി ഉണ്ട്, അനിയത്തി കൊടുക്കണം. ഓളെനിക്ക് മാങ്ങ ഇങ്ങോട്ട് തന്നിക്കില്ലേ, അപ്പോൾ ഓക്കും കൊടുക്കണ്ടേ മാങ്ങ. പിന്നെ പെങ്ങൾക്ക് കൊടുക്കണം, എൻ്റെ മാപ്പിളിൻ്റെ കൊടുക്കണം, അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പം ഇനി മാങ്ങ അച്ചാറിടണം, ഉപ്പിലിടണം, പഴുപ്പിക്കാൻ വെക്കണം, അങ്ങനെയുള്ള കുറേ പ്ലാനും ഉണ്ട്. പിന്നെ ഇവർക്ക് ഇതൊന്നും അങ്ങനെ കിട്ടാത്തതല്ലേ. വന്നവാട് കിട്ടിയപ്പം ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അപ്പുറത്തെ വീട്ടിലുള്ളവരെല്ലാം മാങ്ങ തന്നിട്ടുണ്ടേനും. വന്നവാടായതുകൊണ്ട് മാങ്ങ വേണോ ചക്ക വേണോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടേനും. ചക്കയും ഞാൻ ഇതുപോലെ എടുത്തിട്ട് പുഴിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ടേനും. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത് കുറേ ആയി തെങ്ങുമലൊന്നും കാരാത്തത്. അതുകൊണ്ട് തന്നെ ഉണക്കായിട്ടുണ്ട് തേങ്ങ. ഒരു 5-8 തേങ്ങ മാത്രമേ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൂ. അതെല്ലാം തെങ്ങുമ്മ കാറ്റിട്ടുണ്ട്. ഒരു 3 തെങ്ങേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ ഓരെന്താക്കി തന്നിട്ട് നമുക്ക് ഇളനിന് മാക്സിമം ഒരു 5-8 ഇളനിന് ഉരിച്ചാന്നിട്ടുണ്ടേനും. ഇത് കുറച്ച് മൂത്തതാണ് കേട്ടാ. നമ്മുടെ കരിക്ക് എന്ന് പറയും, അതിൽ ഇളനിനൊന്നും ഉണ്ടാവില്ല. പിന്നെ കുറച്ചും കൂടിയും സോഫ്റ്റുള്ള ഉണ്ടാവും. അത് വേഗം ചെറിയ കുട്ടികളെല്ലാം കഴിക്കാൻ പറ്റും. പിന്നെ ജ്യൂസ് അടിച്ചിട്ട് കുടിക്കും, പുഡിങ് ഉണ്ടാക്കും. ഇളനീൻ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയെല്ലാം ചെയ്യും. പക്ഷേ ഇപ്പം എല്ലാവർക്കും കണക്കായതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നോർമലായിട്ട് ആ സമയത്ത് തന്നെ അവർ ഉരിച്ച് കഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓര് വേഗം ചെത്തി തരും കേട്ടോ. ഓരോ കൊടുവാൾ നല്ല മൂർച്ച ഉണ്ടാവുമല്ലോ, നമ്മുടെ കൊടുവാൾ പോലെ എല്ലാവരും. ഇത് ഞാൻ പഴുപ്പിക്കാൻ വെച്ചതാണ് കേട്ടോ. കടലാസിൽ കവർ ചെയ്തിട്ട് വെക്കും. അല്ലെങ്കിൽ അരിയില്ലേ, അരിയിലും വെക്കും. വേഗം പഴുക്കും. 2-3 ദിവസം കൊണ്ട് പഴുക്കും. ഇത് പിന്നെ പഴുത്തിട്ട് നമ്മളെല്ലാം കഴിച്ചിട്ടുണ്ടേനും. ഇപ്പം കാണുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മുടെ തൂണിന് ഫുൾ കവർ ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു മരത്തിൻ്റെ വേര്
അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല കട്ട് ചെയ്യലല്ലാണ്ട്. അതുമാത്രമല്ല ഇതെല്ലാം കറക്റ്റ് സമയത്ത് കട്ട് ചെയ്യണം. ഇത് വല്ലാണ്ട് വളർന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇടങ്ങാറാവും. ഇവിടെ തിങ്ങി നിന്നിട്ടേനുള്ളത് ചെടി. വീട്ടിൽ കൂടെയുള്ള സമയത്ത് ആ ഒരു പുല്ല് പിടിപ്പിക്കുമ്പം കറക്റ്റായിട്ട് ചെറുതായിട്ട് വെച്ചതേനും ഇത് കഴിക്കുന്നുമില്ല പൂക്കുന്നുമില്ല, വെറും ഡമ്മിക്ക് വെച്ച പോലെയാണ്. എനിക്കിഷ്ടം പൂക്കളിലുള്ള ചെറിയ ചെടികളാണ്. അപ്പോൾ ഇത് വല്ലാണ്ട് വളർന്നപ്പോൾ എന്തായി, ഉപ്പ കട്ട് ചെയ്താണ്. പ്രത്യേകിച്ച് വേര് പടർന്നിട്ട് അത് തൂണ് ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇടങ്ങാറാവും. ആകെ മുറ്റം അലങ്കോലായിട്ടുള്ളത് ഫുള്ള് ഇലകൾ കൊണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തെ ഒരു ചെടിയുണ്ട്, അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇടയ്ക്കത് കളറ് മാറിയിട്ട് ഒരു റോസ് ചുവപ്പ് കളറായിട്ട് മാറും. റോസ് അല്ല, ഒരു ലൈറ്റ് ചുവപ്പ് കളറായിട്ട് മാറും. പക്ഷേ അത് 2 കുഴിച്ചിട്ടതിൽ ഒന്നേ മാത്രം റെഡി ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്യേണ്ടെന്ന് വെച്ചു. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒപ്പിക്കാമെന്ന് വിചാരിച്ചതാണ്. ഇങ്ങനെയുള്ള ചെടികളെല്ലാം നടുന്ന സമയത്ത് നമ്മളടുത്ത് അതിൻ്റെ കത്രിക വേണം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവരെ വിളിച്ചിട്ട് അത് സെറ്റ് ചെയ്യിപ്പിക്കണം, അല്ലാണ്ട് നടക്കൂല. പിന്നെ പ്രത്യേകിച്ചിട്ട് നല്ല ഹൈറ്റിൽ മണ്ണെല്ലുണ്ടെങ്കിൽ നമുക്ക് വേര് കാരുന്ന നോക്കണം, സ്പേസും വേണം. അതെല്ലാം ശ്രദ്ധിച്ചെങ്കിലേ ഇതെല്ലാം നടാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യണം. നമ്മളിവിടെ ഇല്ലല്ലോ, അത് കാണാനൊന്നും ശ്രദ്ധിക്കാനൊന്നും നമ്മളിവിടെ ഇല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ചക്ക കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ചക്കേനെ കൊണ്ട് പുഴുക്ക് ഉണ്ടാക്കിയതാണ്. നമ്മൾ ഉച്ചക്ക് കഞ്ഞിയും പുഴുക്കെല്ലാം കഴിക്കും. ഞാനിതിൽ മുന്നേ ഇട്ടിട്ടുണ്ട് ചക്കപ്പുഴുക്ക്. അത് നിങ്ങൾ കാണാത്തല്ലുണ്ടെ കണ്ടോക്കെ കേട്ടോ. ബീഫ് ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, നല്ല ടേസ്റ്റാണ്. ഇത് പ്ലെയിനാണ്, ഇത് പ്ലെയിനായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, ബീഫൊന്നും ഇടാണ്ട്. മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പുഴുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കും കേട്ടോ. സാധാരണ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഇടവലക്കാർക്ക് കൊടുക്കും, എന്നിട്ട് നമ്മൾ കഴിക്കുക ചെയ്യുക. കാരണം എന്തുണ്ടെങ്കിലും അവരെ ഉണ്ടാവുള്ളൂ നമുക്ക് അയൽവാസികൾ. പിന്നെ ഇത് ഉപ്പാൻ്റെ വീട്ടിലുള്ള ബട്ടറാണ്. ഇത് അവിടെ തട്ടിയിട്ട് എന്താ ഒരു ഭാഗം കേട് വന്നു, ചുമരിൻ്റോട് അങ്ങനെ തട്ടിയിട്ട് കേട് വന്നതാണ്. മാങ്ങലുണ്ടല്ലോ ഉമ്മാൻ്റെ അടുത്തിൻ്റെ വീട്ടിൽ നിന്നും പിന്നെ ഉപ്പാൻ്റെ അടുത്തും കൊണ്ടുവന്നതാണ്. ഇതെല്ലാം ഞാൻ മുന്നേ ഇട്ടതാണ്, ആ ടൈമിന് ഉണ്ടായതല്ല. അതിന് ശേഷമാണ് നമ്മൾ മാങ്ങ പറിക്കെല്ലാം പോയിട്ടുള്ളത്. ഇത് വന്നപാട് കിട്ടിയ മാങ്ങേനും. അപ്പോൾ ഇത് കണ്ടപാടന്നെ മക്കളെല്ലാം ഭയങ്കര ഹാപ്പിയേനും. ഇത് ഉപ്പിലിട്ടിട്ടും പിന്നെ ഉപ്പ് തന്നെ ഉപ്പിലിടുകയെല്ലാം ചെയ്തിക്കേനും. ചാമ്പക്കയെല്ലാം ഉപ്പിലിട്ടിട്ടേനും കഴിച്ചിട്ടുള്ളത്. അതുപോലെ കൈതച്ചക്കയിനും കിട്ടിയിട്ടുണ്ടേനും, അത് ഇടവലത്തുള്ള ഒരു കൊണ്ടുവന്നതിനും. അപ്പോൾ അതും ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടേനും. അതൊന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇത് കടുക്കാച്ചി മാങ്ങ പോലത്തെ മാങ്ങയാണ്, ചെറിയൊരു മാങ്ങയാണ്, മധുരം ഉണ്ട് നല്ലോണം. പിന്നെ ഇത് ചേരി മാങ്ങ പോലത്തെ, ഇതല്ല തൊട്ടപ്പുറത്തുള്ള, അതും അപ്പുറത്തെ വീട്ടിലുള്ളവർ തന്നതാണ്. പ്രാവശ്യം കുറേ മാങ്ങ കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. ഇനി അടുത്ത പ്രാവശ്യം ഇൻഷാ അല്ലാ നല്ല മാങ്ങകളും ചക്കകളെല്ലാം കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇങ്ങൾക്കും കിട്ടട്ടെ, ഈ കാണുന്ന ആൾക്കാർക്കും. പിന്നെ ഇന്നത്തേക്ക് ഇത്രേ വീഡിയോ ഉള്ളൂ. ഇനിയും പുതിയ വീഡിയോ ആയിട്ടും പുതിയ റെസിപ്പി ആയിട്ടും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. അധികം വീഡിയോ ഒന്നും ഇത് അങ്ങനെ ആൾക്കാർ കാണുന്നില്ല, കണ്ടു കഴിഞ്ഞാലല്ലേ നിങ്ങൾക്ക് ഇനിയും ഇതിൽ എന്തെല്ലാം ഉള്ളതെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാം.